അറ്റൻഡർ വന്നു പറഞ്ഞു, സിന്ധു മാത്രം അകത്തേക്ക് വരിക, മറ്റുള്ളവരെ പിന്നെ വിളിക്കും. അവൾ അരുണിന്റെ മുഖത്തേക്കൊന്ന് നോക്കി. അവൻ പോവാൻ പറഞ്ഞു. അവൾ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി. ഓഫീസർ സിദ്ധാർത്ഥ് ഫോണിൽ മെസ്സേജ് അയക്കുന്ന തിരക്കിനിടയിൽ അവളോട് ഇരിക്കാൻ പറഞ്ഞു. സിന്ധു എന്നാണ് പേരല്ലേ? അതെ സാർ. മോളെ, നിന്റെ അമ്മയുടെ മുഖം നീ ശ്രദ്ധിച്ചോ? ആ മുഖത്ത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു വലിയ ദുഃഖം. അതിന് കാരണം നീ മാത്രമാണ്. അച്ഛൻ്റെ മുഖത്തും നിനക്കത് കാണാൻ കഴിയും. പക്ഷേ പ്രണയം തലയ്ക്ക് പിടിച്ച നിന്റെ തലച്ചോറിൽ ഇതൊന്നും കാണാൻ കഴിയില്ലെന്ന് മാത്രം. സാറേ, എനിക്ക് പ്രായപൂർത്തിയായി. എന്തു ചെയ്യണമെന്ന് എങ്ങനെ ചെയ്യണമെന്നൊക്കെ നന്നായി അറിയാം. പിന്നെ ഒരു കൗൺസിലിംഗ് എന്നാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ എനിക്കതിൽ താല്പര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്താൽ മതി. ശരിയാണ്, എൻ്റെ ജോലി ചെയ്യാം. പക്ഷേ അതിനു മുന്നേ ചെയ്യേണ്ട ഒരു കാര്യം ഒരു ഓഫീസർ എന്ന നിലയ്ക്ക് എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ നിന്റെ മനസ്സിൽ നിങ്ങൾ രണ്ടുപേരും മാത്രമുള്ള ഒരു സുന്ദര ലോകം അതുമാത്രമായിരിക്കും അല്ലേ? അവളൊരു പുച്ഛത്തോടെ അയാളെ നോക്കി. എന്നിട്ടൊരു ദേഷ്യസ്വരത്തിൽ പറഞ്ഞു, സർ, ഞാൻ വന്ന വിവാഹം രജിസ്റ്റർ ചെയ്യാനാണ്, അല്ലാതെ നിങ്ങളുടെ ന്യായീകരണം കേൾക്കാനല്ല. അതൊക്കെ എനിക്കറിയാം മോളെ. പക്ഷേ എല്ലാ ഓഫീസർമാരെ പോലെ അല്ല എൻ്റെ രീതി. ഒരു കാര്യം കൂടി ഞാൻ പറയാം. നീ സ്നേഹിക്കുന്ന ചെറുക്കനോ നിനക്ക് നിലവിൽ ജോലിയൊന്നുമില്ല. ഇനി കയ്യിൽ എന്തെങ്കിലും പൈസയുണ്ടോ? കുറച്ചെങ്കിലും ഉണ്ടാകും അല്ലേ? പിന്നെ ഒരു ജോലിയൊക്കെ ആയി വരുമ്പോൾ എല്ലാം ശരിയാകും അല്ലേ? സാറേ, എനിക്ക് പോയിട്ട് വേറെ ആവശ്യമുണ്ട്. ഒന്ന് വേഗം വേണം. ശരി, ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല. സെർവർ ഡൗൺ ആണ്. ഈ സമയം വരെ നിങ്ങൾ ഇവിടെ ഇരുന്നേ മതിയാകൂ. പിന്നെ ഒരു കാര്യം കൂടി നീ കേട്ടോ. നിന്നെ സ്നേഹിക്കുന്ന അരുൺ, അതല്ലേ അവൻ്റെ പേര്? അവൻ ആരാണെന്ന് നിനക്കറിയോ? അറിയാം. പേര് അരുൺ, വിദ്യാഭ്യാസം ഡിഗ്രി. ഇപ്പോൾ നിലവിൽ ജോലിയൊന്നുമില്ല. എങ്കിലും അവനും അച്ഛനും അമ്മയും ഒക്കെ അമേരിക്കയിലാണ്. അവർ അവന് വേണ്ട പൈസ അയച്ചു കൊടുക്കാറുണ്ട്. അപ്പം പണമെന്ന പ്രോബ്ലം അവിടെയില്ല. പിന്നെ എന്നെ നന്നായി നോക്കുമെന്ന് അരുൺ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ഇനി സുഖവും ദുഃഖവും എല്ലാം ഒരുമിച്ച് നേരിടാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. സിന്ധു, ഞാനൊരു ചെറിയ കാര്യം പറയാം. നിന്നെ 18 വയസ്സ് വരെ വളരെ കഷ്ടപ്പെട്ടാണ് നിന്റെ മാതാപിതാക്കൾ പോറ്റിയത്. അവർ വിശന്നാലും നീ കഴിക്കണമെന്ന ചിന്ത മാത്രമേ അവർക്കുള്ളൂ. നിന്റെ കാലിലൊരു മുള്ളു കൊണ്ടാൽ പോലും ആ മനസ്സുകൾ കരയും. നീ അത് കാണാത്തത് കൊണ്ടാണ്. മക്കളെ പോറ്റുക എന്നത് ജനിപ്പിച്ചവരുടെ ഉത്തരവാദിത്തമാണ്. അതിൽ വലിയ കാര്യമൊന്നുമില്ല സാറേ. സാറാ സെർവർ ഓപ്പൺ ആയോ നോക്ക്. ഇല്ല മോളെ, ഞാനൊരു ചെറിയ കഥ പറയാം. ഇപ്പോൾ താനൊരു കഥ കേൾക്കാനുള്ള മൂഡിലല്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഇവിടെ ഇപ്പോൾ സമയം പോകാൻ വേറെ വഴിയൊന്നുമില്ല. താൻ ഇരുന്നേ മതിയാകൂ. എന്താ, ഓക്കെ അല്ലേ? ആ ശരി, വേറെ വഴിയൊന്നുമില്ലല്ലോ. എൻ്റെ അമ്മയും നിന്നെപ്പോലെ ഒരുത്തൻ്റെ കൂടെ ഇറങ്ങി തിരിച്ചതാണ്. സ്വന്തം അച്ഛനെയും അമ്മയും തനിച്ചാക്കി. ആദ്യത്തെ കുറച്ച് ദിവസം കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ അച്ഛൻ്റെ പെരുമാറ്റം മാറി തുടങ്ങി. പിന്നെ അച്ഛൻ്റെ പെരുമാറ്റത്തിൽ അടിയും വഴക്കുമായി. നിവർത്തിയില്ലാതെ അമ്മ ഒരിക്കൽ രണ്ട് കൽപ്പിച്ച് സ്വന്തം വീട്ടിലേക്ക് പോയി. അവിടെ കണ്ട കാഴ്ച അമ്മയ്ക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു. സ്വന്തം മകൾ ഒരുത്തൻ്റെ കൂടി ഒളിച്ചോടി ദുഃഖം സഹിക്കാൻ വയ്യാതെ ആ പാവങ്ങൾ വിഷം കഴിച്ചു മരിച്ചു. അമ്മയെ കണ്ടതും അമ്മയുടെ ബന്ധുക്കൾ അമ്മയെ ആട്ടി ഓടിച്ചു. നിന്നെ ഈ നാട്ടിൽ കണ്ടുപോകരുതെന്ന താക്കീതും ചെയ്തു. മനസ്സില്ല മനസ്സോടെ വീണ്ടും അമ്മ അച്ഛൻ്റെ അടുത്തേക്ക് പോയി. അവിടുത്തെ കാഴ്ചകൾ അമ്മയ്ക്ക് സമ്മാനിച്ചത് അതിലും സങ്കടകരമായിരുന്നു. അച്ഛൻ മരിച്ചു കിടക്കുന്നു. ആരോ കൊന്നതാണെന്ന് ആരോ പറയുന്നു കേട്ടു. പിന്നെ അമ്മയ്ക്കൊന്നും ഓർമ്മയില്ല. അമ്മയ്ക്ക് ബോധം വരുമ്പോൾ അമ്മ ഒരു ആശുപത്രിയിലായിരുന്നു. അമ്മയുടെ ഒരു പരിചാരികാരിയായിരുന്നു അവിടുത്തെ നഴ്സ്. അവരാണ് പറഞ്ഞത് അമ്മ 3 മാസം ഗർഭിണിയാണെന്ന്. അന്ന് മുതലാണ് അമ്മയുടെ മനസ്സിലൊരു പ്രതീക്ഷയുണ്ടായത്. അച്ഛൻ്റെ മരണം ആത്മഹത്യയെ ചിത്രീകരിച്ച് കേസുകൾ അവസാനിപ്പിച്ചു. അതിന് അമ്മയ്ക്ക് അവർ കുറച്ച് പണവും നൽകി. ശേഷം എൻ്റെ അമ്മ പല ജോലികളും ചെയ്താണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത്. ഞാൻ ഈ ജോലി തന്നെ ചെയ്യണമെന്ന് എൻ്റെ അമ്മയ്ക്ക് നിർബന്ധമായിരുന്നു. കാരണം ഒരു പെൺകുട്ടിയെങ്കിലും ചതിക്കപ്പെടാതിരിക്കാൻ. സ്വന്തം മാതാപിതാക്കളെ വിഷമിപ്പിച്ചുകൊണ്ട് ഒരിക്കലും നമ്മുടെ ജീവിതം സന്തോഷമാക്കാൻ നമുക്ക് കഴിയില്ല. മോളെ, ഇത് ഞാൻ പറഞ്ഞതല്ല, ഒരു പ്രകൃതി നിയമമാണ്. അയാൾ തൻ്റെ ഫോണിലേക്ക് വന്ന മെസ്സേജുകൾ ഒന്ന് വായിച്ചു. പിന്നെ വീണ്ടും അവളോട് പറഞ്ഞു, എൻ്റെ ഫോണിൽ കിടക്കുന്ന ഈ 2 മെസ്സേജും ടൗൺ പോലീസ് ബിജോ എനിക്ക് അയച്ചു തന്നതാണ്. നിന്റെ അരുൺ കുറച്ച് അവൻ്റെ പേരിൽ നിലവിൽ ഒരുപാട് കേസുകളുണ്ട്. കഞ്ചാവ് കടത്തിയതും പിന്നെ ഒരു ബലാത്സംഗ കേസും മോഷണം, പിടിച്ചുപറി, അടിപിടി, പെൺകുട്ടികളെ അന്യ സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതും അങ്ങനെ ഒരുപാട് കേസുകൾ അവൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിലവിൽ അവനൊരു പിടികിട്ടാപ്പുള്ളി തന്നെയാണ്. ഒരുപാട് അടവുകൾ അവൻ പയറ്റിയാണ് പോലീസിനെ പറ്റിക്കുന്നത്. ഇന്നേതായാലും അവൻ ശരിക്കും പെട്ടു. പോലീസ് ഇപ്പോൾ അവിടെ എത്തും അവനെ കൊണ്ടുപോകാൻ. പിന്നെ ഒരു കാര്യം കൂടി, നിന്നെപ്പോലെയുള്ളവരെ പറ്റിക്കാൻ അവനെപ്പോലുള്ളവർ സ്വീകരിക്കുന്ന ഒരു മാർഗമാണ് ലഹരി. അത് മധുരമുള്ളൊരു ഐസ്ക്രീമിലോ മിഠായിലോ ചോക്ലേറ്റിലോ കലർത്തി നിന്നെപ്പോലുള്ളവരെ അവൻ്റെ വലയിൽ വീഴ്ത്തും. അതിനുവേണ്ടി അവർ എന്ത് കള്ളക്കഥയും പറയും. പതിയെ നീ പോലും അറിയാതെ ആ ലഹരിക്ക് അടിമപ്പെടും. പിന്നെ അവൻ എന്ത് പറഞ്ഞാലും നീ വിശ്വസിക്കും. കാലം മോശമാണ് കുട്ടി. നീ വിചാരിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ റീൽസുകൾ മാത്രം കാണാനുള്ളതല്ല മൊബൈൽ ഫോൺ. അതിലിടയ്ക്ക് ന്യൂസ് പേപ്പറും കൂടി വായിക്കണം, അല്ലെങ്കിൽ ന്യൂസുകൾ കാണണം. എന്നാൽ മാത്രമേ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാവൂ. ഞാൻ നേരത്തെ സെർവർ ഡൗൺ ആണെന്ന് പറഞ്ഞത് ഈ മെസ്സേജ് വരാൻ വേണ്ടിയാണ്.
മോളെ, അവനെപ്പോലെയുള്ള ചെറ്റകളാണ് ഇന്നത്തെ ലോകം ഇങ്ങനെ നാശം പിടിക്കാൻ കാരണം. അവൻ വേണ്ടത് മോള് നിന്റെ ശരീരം മാത്രമാണ്. അവൻ്റെ ആവശ്യം കഴിഞ്ഞാൽ നിന്നെ എടുത്ത് കളയും, അല്ലെങ്കിൽ വിൽക്കും. നിനക്ക് വിവരവും വിദ്യാഭ്യാസം ഉള്ളതല്ലേ? ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചു നോക്ക്. മുംബൈയിലെ ഒരു ചുവന്ന തെരുവുണ്ട്, നിനക്കറിയോ? അവിടെ എത്തിയ പല പെൺകുട്ടികളുടെയും ജീവിതം എടുത്ത് പരിശോധിച്ചാൽ കാണാം. അവരുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള ഒരുപാട് കഥനകഥകൾ കാണും. ചിന്തിക്കും മോളെ, നിനക്ക് ഇനി സമയമുണ്ട്. എല്ലാം കേട്ടു എന്ന് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. സോറി സാർ, ഞാൻ അവൻ്റെ സ്നേഹത്തിന് മുന്നിൽ വേറൊന്നും കണ്ടില്ല. അവൾ നേരെ ഡോറ് തുറന്ന് വന്നു. പിന്നെ അരുണിൻ്റെ മുഖത്തേക്ക് നോക്കി ഒരെണ്ണം കൊടുത്തു. ഇനി എന്നെ പറ്റിക്കരുത്. അപ്പോഴേക്കും പോലീസും എത്തി. അവൻ രക്ഷപ്പെടാൻ ഒരു പാഴ്ശ്രമം നടത്തി. അപ്പോഴേക്കും അവൻ്റെ കാലിൽ പോലീസിൻ്റെ ലാത്തി പതിഞ്ഞിരുന്നു. പിന്നെ അവൻ നേരെ അമ്മയുടെ നെഞ്ചിലേക്ക് വീണു. അമ്മ എന്നോട് ക്ഷമിക്ക്. ആ അമ്മയുടെ കൈകൾ വീണ്ടും അവളെ പൊതിഞ്ഞു. വാത്സല്യത്തോടെ ആ നെറുകയിൽ ഒരു ചുടുചുംബനം നൽകി. വാ മോളെ, നമുക്ക് പോകാം. കരഞ്ഞു കലങ്ങി അച്ഛൻ്റെ ശബ്ദം വീണ്ടും അവളെ കരയിച്ചു. അവൾ പരിസരം മറന്ന് ആർത്ത് കരഞ്ഞു. അപ്പോഴാണ് അവൾ ഞാൻ ബെഡ്റൂമിൽ കിടക്കുന്ന കാര്യം അവൾ ഓർമ്മിച്ചത്. എന്താ മോളെ? അച്ഛൻ കഥകൾ തട്ടി അവൾ ചോദിച്ചു. ഒന്നുമില്ല അച്ഛാ, ഒരു സ്വപ്നം കണ്ടതാ. അതെ, നേരെ ഇപ്പോഴേ വെളുത്തു. വേഗം എങ്ങോട്ട് വന്നോ കേട്ടോ. ഇപ്പോൾ വരാച്ചാ. അവൾ വേഗം മൊബൈലിൽ നോക്കി. സമയം രാവിലെ 8 മണിയായിരിക്കുന്നു. അതിൽ വന്ന മെസ്സേജ് നോക്കി. ഐ ലവ് യു സിന്ധു. വേണ്ട, ഒന്നും വേണ്ട. അവൾ ആ കോണ്ടാക്റ്റ് ബ്ലോക്ക് ചെയ്തു. പിന്നെ അവൾ ഒന്ന് ചിന്തിച്ചു. ഞാൻ കണ്ടത് സ്വപ്നം തന്നെയാണോ, അതോ എന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ദൈവം കാണിച്ചു തന്നൊരു സിനിമയാണോ ഇത്? അവൾക്ക് ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി വിടർന്നു. താങ്ക്സ് മൈ ഗോഡ്. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്